സാറിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഒരു അഭിമാനമുണ്ട്. കാരണം ഇങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. നമ്മൾ ഒരു നാടിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ആ ജനങ്ങളുടെ സുരക്ഷ, അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാക്ക പോലുള്ള ജീവികളുടെ സുരക്ഷയും ആ ഭരണാധികാരിയാണ് ഏറ്റെടുക്കേണ്ടത്. സാറിനോട് ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുഞ്ഞിനെ പേവിഷബാധയായിട്ട് SIT അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോ മിനിറ്റും ആ ചുറ്റുപാടും നിറച്ചു പട്ടികളായിരുന്നു SIT ചുറ്റും പട്ടികളുടെ ആ കൊര കേൾക്കുമ്പോൾ പോലും എന്റെ കുഞ്ഞ് ഭയങ്കരമായിട്ട് വയലന്റ് ആവുമായിരുന്നു, കരയുമായിരുന്നു, പേടിച്ച് കയറി ഇങ്ങനെ പതുങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ ആരോടായിരുന്നു അത് പറയണേ? അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞപ്പോ ഡോക്ടർ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇരിക്കുന്നവർ തന്നെയാണ് അതിന് ആഹാരം ഇട്ട് കൊടുക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവര്. അപ്പം വേസ്റ്റ് കളയാൻ അവിടെ ഒരു സജ്ജീകരണം ഇല്ല. അവിടുന്ന് കോർപ്പറേഷൻകാർ വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോവുക, ഒരു നിലയ്ക്ക് വരെ പട്ടിയെ പിടിച്ചോണ്ട് പോയി ഷെൽട്ടറിൽ ഇടാം, ഇല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുക എന്ന് വിചാരിക്കുക. അവിടെ ഇരിക്കുന്ന കുറെ സ്നേഹികൾ ഉടനെ വീഡിയോ എടുത്ത് ഉടനെ പോസ്റ്റ് ചെയ്യുകയാണ്. കുറ്റം വരുന്ന ആർക്കാ? ആ ഡോക്ടറിനാണ് കുറ്റം വരുന്നത്. ഇപ്പോഴായാലും സാർ ആ SIT മെഡിക്കൽ കോളേജിന്റെ ഭാഗം ചെന്ന് നോക്കണം. എനിക്ക് SIT ആ ഫ്രണ്ട് ഇരിക്കാൻ പറ്റും. കാരണം ഈ പട്ടിയുടെ വേസ്റ്റിന്റെ സ്മെല്ല് കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനെ കൊണ്ട് ഫസ്റ്റ് ഞാൻ അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ പറയുക, എന്ത് സംഭവിച്ചാലും ഈ SIT ഇനി ഒരു ചികിത്സയ്ക്ക് വരരുത്, അതുപോലെയുള്ള സ്മെല്ലായിരുന്നു ആ SIT ഫ്രണ്ടില്. പക്ഷെ വീതി ആ പട്ടി കടിച്ച് തന്നെ എന്റെ കുഞ്ഞിനെ ആ SIT അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു മകൾ നഷ്ടപ്പെട്ട ഒരു വേദനയാണ്, കണ്ണീരാണ് അവർ ഇവിടെ പറഞ്ഞത്. ഞാനിപ്പോ പേരൂർക്കട ആശുപത്രിയിൽ നിന്നും മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് 9 നായ്ക്കൾ, ജനറൽ ഹോസ്പിറ്റലിൽ 5 നായ്ക്കൾ, മെഡിക്കൽ കോളേജിൽ നിന്ന് 3 നായ്ക്കൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങനെയാണ് ഞങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഷെൽട്ടറിലാക്കി 50 നായ്ക്കളെ എവിടെ നിന്നൊക്കെയാണ് പിടിച്ചിട്ടുള്ളതെന്നുള്ള ലിസ്റ്റ് ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഞങ്ങൾ SIT നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ഇനി വേറൊന്നും പറയാം, ഇന്ന് രാവിലെ ഞാൻ നടത്തിയ 2 മീറ്റിംഗുകൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പഞ്ചായത്തുമായി ചേർന്നിട്ട്. മറ്റൊരിടത്ത് 7 ഏക്കർ സ്ഥലം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, CSR ഫണ്ട് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-12 ഏക്കർ സ്ഥലത്തായി 2-3 ഷെൽട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു 8500 നായ്ക്കളെ, ആ നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിച്ച് അതിനകത്തുള്ള ആഹാരം കൊടുത്ത് ഒരു ABC ഒക്കെ നടത്തി അതിനവിടെ പാർപ്പിച്ചാൽ നാട്ടിലെ നായ്ശല്യം ഒഴിവാകും. അതോടൊപ്പം തന്നെ നായ്ക്കളുടെ ആരോഗ്യം ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ആരോ പറയുന്നുണ്ട് ഇക്കോസിസ്റ്റം, ആ എക്കോസിസ്റ്റവും തകരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ നായ്ക്കളെയും മുഴുവനും വ്യത്യാസം പിടിച്ച ഷെൽട്ടറിലൊന്നും അർത്ഥമാക്കണ്ട. കൃത്യമായിട്ട് എക്കോസിസ്റ്റം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചുള്ള നടപടി മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ.